ഗാന്ധിജി സ്വർഗത്തിലാണോ? എന്തിനാടെ വിഡ്ഢി ഈ ചർച്ച നടക്കുന്നത്? ഏത് മൂല്യരും ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ഏത് മൂല്യരും തങ്ങളും സ്വർഗത്തിലാണെന്ന് എന്ത് തെളിവുള്ളു? ഗാന്ധിജിനെ ചർച്ച ചെയ്യുന്നു. ഇന്നാലിന്ന മൂല്യർ ഇപ്പോൾ ഭൂമിയിൽ സ്വർഗത്തിലായ മൂല്യരാണെന്ന് പറയാൻ ആണുങ്ങളുണ്ടെങ്കിൽ പറയും. പിന്നെന്താ ഗാന്ധിജിനെ പറയുന്നു? നിങ്ങൾ ആരാ? ഡൽഹിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുകയാണ് 1947 ആഗസ്റ്റ് 15, 16 ആ മനുഷ്യൻ അവിടെ ഇല്ല. എന്തുകൊണ്ട്? കലാപം പൊട്ടി പുറപ്പെട്ടു. ബംഗാളിൽ അങ്ങോട്ട് പോയി. ഒരു 4 ആൾ കൊണ്ടുവന്ന് പൂമാലിട്ട് കൊടുക്കാൻ ആ മനുഷ്യൻ നിന്നില്ല. ആ മനുഷ്യനെ നരകത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടണം? അല്ലെ, ഈ മനുഷ്യനെ നരകത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുള്ളു? ഇജ്ജ് സ്വർഗത്തിലാണോ? ഇവിടെ ഗാന്ധിജിൻ്റെ അർത്ഥം പറയുന്നത്. ഇന്ത്യയുടെ മക്കൾ ഇനി പാകിസ്ഥാനിലേക്ക് പോയാലും അവർ തമ്മിൽ പിണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ എങ്ങോട്ട് ഓടിയത്? നവഖാലിയിലേക്ക് ഓടിയത്, ബംഗാളിലേക്ക് ഓടിയത്. മനുഷ്യന്മാർ തമ്മിൽ തച്ചിച്ചാകാൻ പാടില്ല. അവർ ഇന്ത്യയുടെ മക്കളാണ്. നാളെ അവർ രണ്ടാകാണ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അവർ രണ്ടായി. ഇന്ത്യൻ എന്നാലും അവർ ബായി ആയി ജീവിക്കണം. അവർ തമ്മിൽ തന്നെ തെരുവോരങ്ങളിൽ ശവം കുന്നുകൂടരുത് എന്ന് വിചാരിച്ചൊരു മനുഷ്യൻ നവഖാലിയിലേക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ പറ്റി നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പൊല്ലാപ്പെടുന്നത്? വലിയവരിൽ ഒരു ചെറിയ സംഭവം ചെയ്താൽ പോലും ചെറിയവർക്കത് ഒരു കടലാസ് പെൻസിൽ കൊടുത്തിട്ടുണ്ട് ഗാന്ധിജി തിക്കോടിയുള്ള ഒരു കുട്ടിക്ക്. ആ കുടുംബം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കുടുംബം അത്ഭുതകരമായി അത് ഇപ്പോഴും തലമുറയായി സൂക്ഷിക്കുക. എൻ്റെ ഗാന്ധിജി കൊടുത്താണ്. എന്താ കൊടുത്ത? പെന്നുമല്ല, മാർക്കറൊന്നുമല്ല. എന്താണ്? ഒരു കടലാസ് പെൻസിൽ. ആ കടലാസ് പെൻസിൽ അവർക്ക് വലിയതാണ്. അത് ആര് കൊടുത്തതാണത്? അത് മഹാനായ ഗാന്ധിജി കൊടുത്തതാണ്. അതേ സമയത്ത് ആ കുട്ടി വന്നപ്പോൾ സെക്യൂരിറ്റിനോട് ഇങ്ങനെ ആട്ടിയിരുന്നെങ്കിലോ? അങ്ങനെ അവിടെ വരില്ലേ? അങ്ങനെയുള്ളവരുണ്ടല്ലോ ഭരണാധികാരി. സാധുക്കളോടുള്ള ബന്ധം, സൽസ്വഭാവം. പക്ഷെ അത് അള്ളാഹു പൊരുത്തപ്പെട്ടവർക്കുണ്ടാവും. അത് പല ജാതിയിലുണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്ന ഒരു മുസ്ലിം മാത്രമാണ്. അല്ല, അള്ളാഹു പൊരുത്തപ്പെട്ടവർക്ക് സൽസ്വഭാവം ഉണ്ടാവും. സാധുക്കളോടുള്ള ദയാവായ്പ്, അതിന് ജാതിയില്ല, മതല്ല. അത് പടച്ചോൻ പൊരുത്തപ്പെടാത്തൊരു മനുഷ്യന് അതുണ്ടാവില്ല. പടച്ചോൻ പൊരുത്തപ്പെടുന്ന മനുഷ്യന്. ഞാനൊരു സർവമത സത്യവാദം പറയല്ല. പക്ഷെ അയാൾക്കത് കഴിഞ്ഞത് അയാളെ ഹൃദയത്തിലേക്ക് ആര് നോക്കിയത് കൊണ്ടാണ്? അള്ളാഹു. കാരണം അള്ളാഹുവിൻ്റെ ഏറ്റവും മഹാനായ മുസ്തഫ നബിക്ക് അള്ളാഹു കൊടുത്തത് സൽസ്വഭാവമല്ലേ? അതൊരു ഹിന്ദുവിന് ഉണ്ടെങ്കിൽ അതൊരു നിസ്സാര കാര്യമാണോ? അള്ളാഹുവിൻ്റെ ഏറ്റവും മഹാനായ സൃഷ്ടിക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ഗുണം എന്താണ് കുട്ടി? അള്ളാഹുവിൻ്റെ ഏറ്റവും മഹാനായ ഒരു സൃഷ്ടിക്ക്, ഏറ്റവും മഹാനായ സൃഷ്ടി, അതിനേക്കാൾ ഒരു സൃഷ്ടിയില്ല. ആ സൃഷ്ടിയെ അള്ളാഹു ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത് അത് നമ്മളെ നാട്ടിലെ ഒരു ഗോപാലൻ സാറിനുണ്ടെങ്കിൽ അള്ളാഹു ആ മനുഷ്യനെ ബഹുമാനിച്ചിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാവുമല്ലേ? ഉണ്ടാകാതെ അത് കൊടുക്കൂലല്ലോ. ഇത് ആർക്ക് കൊടുത്തതാണ്? മോനെ, ആർക്ക് കൊടുത്താണ്? മുഹമ്മദ് മുസ്തഫാക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ കാര്യമാണ് എന്ത്? സൽസ്വഭാവം. അതൊരു ഹിന്ദുവിൽ കാണുന്നുണ്ടെങ്കിൽ ബാക്കി നമ്മക്കറിയില്ല. എനിക്കെന്താന്ന് അറിയൂല. ഇപ്പൊ ഗാന്ധിജി സ്വർഗത്തിലോ നരകത്തിലോ എന്നൊക്കെ ചർച്ച നടക്കലുണ്ട് ഇവിടെ. ഞാൻ ആ ചർച്ചയ്ക്ക് തിരിഞ്ഞു നോക്കൂല. എന്തുകൊണ്ട്? ഞാൻ സ്വർഗത്തിലാണെന്ന് എനിക്കറിയാതെ ഗാന്ധിജിന്റെ കാര്യം തന്നെ ഞാൻ നോക്കണം. എന്ത് വർത്താനങ്ങളീ പറയുന്നത്? ഗാന്ധിജി സ്വർഗത്തിലാണോ പറഞ്ഞു? ചന്ദ്രനിൽ വെള്ളം ഉണ്ടോ എന്ന് എന്തിനാ നോക്കണത്? എൻ്റെ കണ്ടിന് വെള്ളം പറ്റിയിട്ട് 4 മാസമായി. പിന്നെ ചന്ദ്രനിൽ വെള്ളം ഉണ്ടായിട്ട് എനക്കെന്താ കാര്യം? അപ്പുറത്തെ ചന്ദ്രന്റെ പരിയിൽ വെള്ളം ഉണ്ടോ നോക്ക്. അവനോട് പറഞ്ഞ അവിടുന്ന് മുഖ്യങ്ങളും ചെയ്യാം. ആവശ്യമില്ലാത്ത എന്തിനാ ചിന്തിക്കണ്? ഗാന്ധിജി സ്വർഗത്തിലാണോ? എന്തിനാടെ വിഡ്ഢി ഈ ചർച്ച നടക്കണത്? ഏത് മൂല്യർ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ഏത് മൂല്യരും തങ്ങളും സ്വർഗത്തിലാണെന്ന് എന്ത് തെളിവുള്ളു? ഗാന്ധിജിനെ ചർച്ച ചെയ്യുന്നു. ഇന്നാലിന്ന മൂല്യർ ഇപ്പോൾ ഭൂമിയിൽ സ്വർഗത്തിലായ മൂല്യരാണെന്ന് പറയാൻ ആണുങ്ങളുണ്ടെങ്കിൽ പറയും. പിന്നെന്താ ഗാന്ധിജിനെ പറയുന്നു? നിങ്ങൾ ആരാ സ്വർഗം കൊടുക്കണോ? അത് നമ്മളെ ചർച്ച അല്ല. നമ്മളെന്താ പറയുക? പഠിച്ചോ, എനിക്ക് സ്വർഗം തരണം, നീ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ നീ കൊടുക്കണം. ബാക്കി അല്ലാഹു അഅലം, എനിക്കറിയൂല.
എൻ്റെ കാര്യം ശരിയായിട്ടല്ലേ വേറൊരു കാര്യം? എന്താണ് അങ്ങനത്തെ ഒരു മനസ്സുണ്ടായി? എന്തിനാണ് ഈ വെട്ടാനായിട്ട് നടക്കണം? ഓരോരുത്തരും പേര് വെട്ടുക. ഓൻ സ്വർഗത്തില്ല, ഓൻ സ്വർഗത്തില്ല. സ്വർഗത്തിൽ നിങ്ങൾ 4 ആൾ മാത്രമേ, നിങ്ങൾക്ക് പേടിയാവില്ലേ അങ്ങായിമാർ? നിങ്ങളൊരു 3-4 ആൾ മാത്രമാണ് സ്വർഗത്തിലെങ്കിൽ നിങ്ങൾക്ക് പേടിയാവില്ലേ? സ്വർഗം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സ്വർഗത്തിൽ നിങ്ങളൊരു 3-4 ആൾ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ചങ്ങായിമാരെ പേടിയാവില്ല? മനുഷ്യന്മാര് ഓരൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്താ പ്രശ്നം? ആ ഗാന്ധിജി ഉണ്ടായിക്കോട്ടെ, ഒക്കെ ഉണ്ടായിക്കോട്ടെ, എല്ലാവരും ഉണ്ടായിക്കോട്ടെ. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ആ പിന്നെ സ്വാതന്ത്ര്യ കാലത്തുള്ള കഷ്ടപ്പാടെങ്കിലും ഗാന്ധിജിനോട് കഥകളെങ്കിലും ചോദിക്കാമല്ലോ. എനിക്ക് ഗാന്ധിജിയെ ഇഷ്ടമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മനുഷ്യനാണ് ഗാന്ധിജി. 20-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു ആൺകുട്ടി ഇന്ത്യയിലുണ്ടാവില്ല. അത്രയും നല്ല മനുഷ്യനാണ്. ആ മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ഇവിടെ രാവും പകലും തല്ലായിരുന്നു. ഡൽഹിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളൊക്കെയാണ് 1947 ആഗസ്റ്റ് 15-16 ആ മനുഷ്യനോടെ ഇല്ല. എന്തുകൊണ്ട്? കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ബംഗാളിൽ അങ്ങോട്ട് പോയി. ഒരു 4 ആൾ കൊണ്ടുവന്ന് പൂമാലിട്ട് കൊടുക്കാൻ ആ മനുഷ്യൻ നിന്നില്ല. ആ മനുഷ്യനെ നരകത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാണ്? അല്ല, ഈ മനുഷ്യനെ നരകത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാള്? സ്വർഗത്തിലാണോ? ഗാന്ധിജിന്റെ വർത്തമാനം പറയുന്നത്. ഈ മനുഷ്യനെ പടച്ചോൻ വെറുതെ ആക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്താണ് അതെനിക്കറിയൂല. എൻ്റെ റബ്ബ് അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. റബ്ബ് അനുഗ്രഹിക്കാൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും നിന്ന് തല്ല. അപ്പോൾ അവിടെ പരിക്ക് കുറക്കാനും കലാപം അമർച്ച ചെയ്യാനും ഇന്ത്യയുടെ മക്കൾ ഇനി പാകിസ്ഥാനിലേക്ക് പോയാലും അവർ തമ്മിൽ പിണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ എങ്ങോട്ട് ഓടിയത്? നവഖാലിയിലേക്ക് ഓടിയത്, ബംഗാളിലേക്ക് ഓടിയത്. മനുഷ്യന്മാർ തമ്മിൽ തച്ച് ചാകാൻ പാടില്ല. അവർ ഇന്ത്യയുടെ മക്കളാണ്. നാളെ അവർ 2 ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അവർ 2 ഇന്ത്യയും എന്നാലും അവർ ബായി ആയി ജീവിക്കണം. അവർ തമ്മിൽ തന്നെ തെരുവോരങ്ങളിൽ ശവം കുന്നുകൂടരുത് എന്ന് വിചാരിച്ചൊരു മനുഷ്യൻ നവഖാലിയിലേക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ പറ്റി നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പൊല്ലാപ്പെടുന്നത്? പഞ്ചോനുഗ്രഹിച്ച കൂട്ടത്തിൽ ആ മനുഷ്യനെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞൂടെ? നമുക്കറിയില്ലല്ലോ. നീ ഹിദായത്ത് എന്നത് സ്വർഗത്തിന് ഷർത്താണെങ്കിൽ ഈ മനുഷ്യന് ഹിദായത്ത് കിട്ടിയില്ല എന്ന് ആരെന്നോട് പറഞ്ഞു? നിനക്ക് ഹിദായത്ത് കിട്ടും എന്ന് ആരാ എന്നോട് പറഞ്ഞു? അതൊന്നും നമ്മളെ പണി അല്ല. തർക്കിക്കാനേ പാടില്ല. ഒന്നും നമ്മുടെ വിഷയം തന്നെയല്ല. നമ്മൾ ഒരു നിയമം അനുസരിച്ച് ജീവിക്കുന്നു. അതിന് ബുദ്ധിപരമായി നമ്മൾ സമർത്ഥിക്കുന്നു. അതിനെതിരാളികളെ നമ്മൾ ബുദ്ധിപരമായി നേരിടുന്നു. അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാമാണെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ബാക്കിയൊന്നും നമ്മക്കോട്ട് അറിയൂല. അറിയൂല. അള്ളാഹുവായാലും അറിയില്ല. ഒന്നും അറിയില്ല. പക്ഷെ റബ്ബ് നീതിമാന. റബ്ബ് ഒരാളെയും വെറുതെ ആക്കൂല. ബാക്കി അള്ളാഹുവായാലും. ആകെ നമുക്ക് പോലും നമ്മുടെ പ്രതീക്ഷയുള്ളത് നമ്മളെ അമലിലല്ല, പിന്നെ റബ്ബിൻ്റെ റഹ്മത്തില. എങ്കിൽ അത് ആ മനുഷ്യനുണ്ടായി കൂടെ? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ ഉണ്ടായി കൂടെ? നമ്മൾ ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം എന്നറിയാം. ഇവിടെ നന്മ ഇതൊക്കെ കാണിച്ചു കൊടുക്കേണ്ട മുസ്ലിമിനെ തെറ്റിച്ചു കൊണ്ടുപോകണം. ആരാണ് തെറ്റിക്കുന്നത്? പിശാച്. എന്തുകൊണ്ട്? നീ കള്ളനാകണം, നീ കൊള്ളരുതാത്തവനാണ്. സിനിമയിൽ അഭിനയിക്കുന്ന പ്രേം നസീറിന് സൽസ്വഭാവം ഉണ്ടാവുക, വയറു പറയുന്നത് എനിക്കതില്ലാതിരിക്കുക. ആരെ പണിയാണിത്? ശൈത്താനും മാത്രം പണിയാണ്. ഞാനും സൽസ്വഭാവത്തിന് എന്നെന്താ വിഷയം? സൽസ്വഭാവം. 2 മണിക്കൂർ ഞാനാകെ പാർച്ചിറക്കി. നിങ്ങൾ കരിഞ്ഞ് ഞാനും സൽസ്വഭാവം. അന്നെ പിന്നെ നമ്മൾ വണ്ടി വിട്ട് പോയി, വേലൊക്കെ കഴിഞ്ഞ് കയ്യും കൊടുത്ത് പോയി, അപ്പുറത്ത് പോയി കവർ തുറന്ന് നോക്കുമ്പോൾ വിചാരിച്ച എത്ര പൈസ അല്ല. അപ്പോൾ വേഗം സെക്രട്ടറിക്ക് വിളിച്ച്, അല്ല ഇതിപ്പോൾ എത്ര എനിക്ക് തന്ന്?
എനിക്ക് വേറെ ആരെങ്കിലും വിളിച്ചൂടെ? ഇത്ര പൈസ കുറവാക്കിയിട്ട് എന്നെ കാട്ടിയത് ഇനിയിപ്പോൾ എന്നെ ആരായി കണക്കാക്കി? ഞാനിവിടെ എത്ര യൂട്യൂബിലൊക്കെ എനിക്ക് എത്ര ഫോളോവേഴ്സ് എങ്കിൽ എനിക്ക് പണിപ്പം എന്താണ് സൽസ്വഭാവത്തിനെ പറ്റി വെള്ളം അറിയാം. ഒരു കിതാബ് ഓതാത്ത മനുഷ്യനാണ് APJ. ആ മനുഷ്യൻ പാർലമെന്റ് മന്ദിരത്തിലെ പ്രസിഡന്റിന്റെ ഷൂ പോളിഷ് ചെയ്യുന്ന ആളോട് എന്ത് പറഞ്ഞു? നിങ്ങളെ വേറെ പണിയിലേക്കാക്കാം. എന്തിനു വേണ്ട? കാരണം ഇവിടെ ഇനി 5 കൊല്ലം ഷൂ പോളിഷ് പ്രസിഡന്റ് തന്നെ ചെയ്യും. അതായത് ഇന്റെ ഷൂ വേറൊരാൾ പോളിഷ് ചെയ്യാൻ പാടില്ല. ആ മനുഷ്യനിൽ നിന്നാണ് ഹൈന്ദവ സഹോദരങ്ങൾ ഇസ്ലാമിൻ്റെ മാത്രം മനസ്സിലാക്കിയെങ്കിൽ അയാളല്ലേ മനുഷ്യന്മാർ, അയാളല്ലേ വലിയ, അയാളല്ലേ ആരിഫ് ആണോ? അല്ലേ? അല്ലാഹു എന്ന നാമം ഉയർത്തിയവനല്ലേ നല്ലവൻ? അള്ളാഹു എന്ന നാമം ഉയർത്തിയവനല്ലേ വലിയവൻ? ഇവിടെ അള്ളാഹു എന്ന നാമം ഉയർത്തിയവൻ APJ അല്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ എഴുതി വിടുക, കാസിമി ഖുർആൻ പ്രഭാഷകനോ ഹൈന്ദവ പ്രചാരകനോ. എനിക്ക് ഹിന്ദുക്കൾ പൈസ തരുന്നുണ്ട്. എൻ്റെ വീട്ടികളെ നിങ്ങളൊക്കെ അത്ര വലിപ്പുണ്ടല്ലോ. എന്തുകൊണ്ട്? അവരിൻ്റെ അയൽക്കാരാണ്. ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്, അവൻ മുശ്രിക്ക്, രാവും പകലും ഷിർക്ക് ചെയ്യുന്നവനാണെങ്കിൽ പോലും നിന്റെ കൂടെയുള്ള സമൂഹത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. വലൗകാന മുശ്രിക്കൻ, വലൗകാന മുശ്രിക്കൻ. ഹിന്ദുക്കൾ നമ്മളെ അയൽവാസികളാണോ? അല്ലേ? ഹിന്ദുക്കൾ നമ്മളെ അയൽവാസികളാണോ? അല്ലേ? അല്ലാതെ നമ്മളെ പല സൗകര്യം ചെയ്തിരുന്നവരാണ്. എന്നിട്ട് അവരോട് നമുക്ക് ബാധ്യതയില്ല. ആരുടെ അത് പറഞ്ഞു? അപ്പോൾ അവരെ നമ്മൾ പരിഗണിക്കണമല്ലോ. എന്ത് പേര് പറഞ്ഞു? എനിക്കെന്താണ്? എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ രാജ്യത്തൊരു വർഗീയ കലാപം ഉണ്ടാകുന്നതിൻ്റെ അത്ര വേദന എനിക്കൊന്നുമില്ല. അതായത് മനുഷ്യർ തമ്മിൽ പിണങ്ങി തല്ല ആവശ്യവും ഇല്ല. പരസ്പരം ശത്രുത വെക്കാൻ ഒരു മതവും മനുഷ്യനെ പഠിപ്പിച്ചിട്ടില്ല. ഇത് ചൊല്ലിയത് അല്ലാമ മുഹമ്മദ് ഇഖ്ബാല. ഈ ഇഖ്ബാലിനെ അംഗീകരിക്കും, പക്ഷെ ഈ സത്യം അംഗീകരിക്കൂല. സത്യമാണോ? അല്ലേ? പറയും. പരസ്പരം വൈരം വെക്കൽ, ശത്രുത വെക്കൽ മതങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഹിന്ദു മതത്തിൻ്റെ ഒരു പ്രമാണവും മുസ്ലിമിനെ കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല. മുസ്ലിമിൻ്റെ ഒരു പ്രമാണവും ഹിന്ദുവിനെ കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ 1000 വട്ടം പറയാണ്, ഒരു നബിയും ഷിർക്കിനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. അത് മുസ്ലിംമാർക്ക് വന്ന അന്ധത മാത്രമാണ്. വിഡ്ഢികളാണ് അവർ. അത് ആലിമുല്ലെല്ലാം എൻ്റെ തലയിക്കെട്ടിൻ്റെ പാലോ എൻ്റെ പിടുത്തത്തോളിൽ വലിയ നോക്കണ്ട. ഒരു നബിയും ഷിർക്കിനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. നബിമാർ യുദ്ധം ചെയ്തത് ദുൽമ തുകയാനെതിരെയാണ്, അക്രമത്തിനും അരാജകത്വത്തിനെതിരെയാണ്. എന്തിനെതിരെയല്ല? ഷിർക്കിനെതിരെയല്ല. ഷിർക്കിനെതിരെ അവർ അള്ളാഹുവിനെ സമർപ്പിച്ച് ജനത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഷിർക്കും തൗഹീദും സ്വീകരിക്കുന്നതിൽ ദുനിയാവിൽ മനുഷ്യൻ സ്വതന്ത്രരാണ്. ബാക്കിയൊക്കെ എൻ്റെ ഇഷ്ടം. ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വഇമ്മാ കഫൂറ. പണ്ട് CH പ്രസംഗിച്ചിരുന്നു. എന്ത്? നിനക്ക് ഒരാൾക്കൊരാൾ കൈ നീട്ടാം, എത്രയും നീട്ടാം, മറ്റൊരാളെ മൂക്കിൽ തട്ടരുതെന്നേ ഉള്ളൂ. നല്ല വാക്ക്. അത് കൃത്യമായ അളവ് പോലെ. എത്ര ഒരാൾക്ക് കൈ നീട്ടാം? CH പ്രസംഗ എത്ര കൈ നീട്ടാം? എത്രയും നീട്ടാം. എൻ്റെ കൈ വെട്ടിയിട്ട് ഇവിടെ വേറെ സാധനം വെച്ചിട്ട് ഒന്നും കൂടി അടിച്ച് വേറെന്തോ ഒരു പൈപ്പും കൂടി അടിയിൽ കയറ്റിച്ചിട്ട് പിന്നെ അവിടുന്ന് വേറെ തുന്നിയിട്ട് പിന്നെയും നീട്ടിക്കോ, ഒരു കുഴപ്പമില്ല. അതാണ് എൻ്റെ പ്രശ്നമാണ്. എന്താകരുത്? ഒരാളുടെ കൈ നീട്ടാനുള്ള സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൽ തട്ടുന്നത് വരെ മാത്രമാണ്. അത് കറക്റ്റാ അല്ലല്ലേ? അത് ഭയങ്കര വാക്കാണ്. അതാണ് സത്യം. അതാണ് സത്യം. അതിന് ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. ആരും സാധുക്കളെ ഉപദ്രവിക്കുകയാണെങ്കിലും അത് നടക്കൂല എന്ന് പറയും. അതന്നെ ഹിന്ദുത്വവും പറഞ്ഞത്. പരിത്രാണാസായ യസാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ.
എപ്പോഴെല്ലാം സാധുക്കൾ ഭത്സിക്കപ്പെടുകയും എപ്പോഴെല്ലാം നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം അവതാരങ്ങളുണ്ടാവും. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ അവതാരമാണ് കൃഷ്ണൻ. അത് നമുക്കറിയാത്ത വിഷയങ്ങളാണ്. മനസ്സിലാവണില്ല പറഞ്ഞത്. ഇത് കൃഷ്ണൻ ഉപദേശിക്കുകയാണ്, അർജുനോട് ഉപദേശിക്കുകയാണ്. പാർത്ത എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ്. എന്ത്? പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യോഗി. എപ്പോഴാണ് മഹാവിഷ്ണു അവതരിക്കുക? എപ്പോഴെല്ലാം സാധുജനങ്ങൾ ദ്രോഹിക്കപ്പെടുന്നുവോ, എപ്പോഴെല്ലാം നീതി നിഷേധിക്കപ്പെടുന്നുവോ, ധർമ്മം നിഷ്കാസനം ചെയ്യപ്പെടുന്നുവോ അപ്പോഴെല്ലാം അവതാരങ്ങളുണ്ടാവും. അപ്പം അവതാരങ്ങളുടെ അതല്ലേ ഹിന്ദുത്വം. ഹിന്ദുത്വം വന്നാൽ ആരെങ്കിലും ഹിന്ദു മതം സ്വീകരിച്ചില്ലെങ്കിൽ കൊല്ലാൻ വരുന്നതാണോ കൃഷ്ണൻ പറഞ്ഞ്? പറയാൻ മനുഷ്യൻ അങ്ങനെയാണോ പറഞ്ഞ്? അല്ല. അതാണ് മദ്ഹബിനെ ഹീസിക്കാത്ത ആപസ്മേ ബൈർ റഖ്ന. അതിൻ്റെ അർത്ഥം യുദ്ധം ഉണ്ടാവില്ല എന്നല്ല. യുദ്ധം ഉണ്ടാവണോ? യുദ്ധം ആർക്കെതിരെയാണ്? അനീതിക്കെതിരെ. അനീതിക്കെതിരെ യുദ്ധം ഉണ്ടാവും, ശിർക്കിനെതിരെയാണ്. അതൊക്കെ മണ്ടൂസുകളായി, മരമണ്ടൂസുകളായി മൂല്യന്മാർ അധപ്പതിച്ചത് കൊണ്ടാണ് അവർക്കത് മനസ്സിലാകാത്തത്. മരമണ്ടൂസുകളാണ് അവർ. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയും പറയുന്നതാണ് ശിർക്കിനെതിരെയാണ്, ശിർക്കിനെതിരെയാണ്, ശിർക്കിനെതിരെയാണ്. അവരോട് പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു മരിക്കണ വരെ മരമണ്ടൂസാകാൻ നേർച്ചയാക്കി പോയതാണ്. തിരിച്ചു വരി. അപ്പം ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ? നല്ലോണം ചിന്തിക്കണം. ഇതൊക്കെ ഞാൻ ഇവിടെ പറയാനുള്ള കാരണം നിങ്ങൾ തല കൊടുത്ത് ആലോചിക്കണം. നീ അള്ളാഹുവിൻ്റെ ആളാണെങ്കിൽ നിന്നെ ഒരു നന്മ ചെയ്യാൻ ആരും സമ്മതിക്കൂല, സമ്മതിക്കൂല. കാരണം ഈ ഒരു നന്മ ചെയ്താൽ നീ ആരാവും? ഇപ്പം ഞാൻ എൻ്റെ ഏരിയയിൽ ഇപ്പോൾ അവിടെ എൻ്റെ ഒരു മിക്സ്ഡ് ഏരിയയിലാണ് ഞാൻ ഇവിടെ വാട്ടർമിൽ താമസിക്കുന്നത്. അവിടെ ഞാൻ മോശമായാൽ അവരെ വീട്ടിൽ പോയിട്ട് അടക്കം പറയൽ എന്താ? അയാൾ വലിയ കുപ്പായിട്ട് ഇങ്ങനെ പോകണ്ട, അയാളെ വലിയ ആളാ, എന്താ അയാളെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ. അതേ സമയത്ത് എൻ്റെ പരിസരത്തുള്ള യശോദയും ദാസനും ഒക്കെ പറയണം, മൂല്യരാപ്പിള എന്താണെങ്കിലും അയാളൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉയരുന്നത് ആരുടെ നാമ? അള്ളാഹ് നാമല്ല. ഞാൻ അള്ളാഹു നിറയെ നടക്കലാണ്, അതിനെനിക്ക് കഴിയൂല. ഞങ്ങൾക്കെതിരെ ഞാൻ അവിടെ വാദപ്രതിവാദം നടക്കാൻ യുക്തിവാദിയോട്. അതേ സമയത്ത് ഈ ദാസന്റെ മക്കളും നിരീശ്വരവാദിയാണെങ്കിൽ, ഞാൻ സൽസ്വഭാവിയാണെങ്കിൽ മാറി ചിന്തിക്കും, ഇതിലെന്തോന്നുണ്ടല്ലോ. ആണോ അല്ലേ പറയും. ഓൻ അവൻ്റെ കൂട്ടക്കാരെ നിരീശ്വരവാദികളെ കൂട്ടത്തിൽ പോയിട്ട് മൂല്യന്മാരൊക്കെ പെരുമ്പോക്കാണ് എന്ന് പറഞ്ഞാൽ അപ്പം പറയും ദൈവമല്ല എന്ന് പറഞ്ഞു, മൂല്യന്മാർ പോക്കാന്ന് പറയരുത്. നമ്മളെ നാട്ടിൽ ഒരു മൂല്യമേ ഉള്ളൂ, അയാൾ നല്ലൊരു മനുഷ്യനാണ്. എന്ത് പറയുമല്ലേ പറയുമല്ലേ? അതിനല്ലേ ഞാൻ ശ്രമിക്കണ്ട്. ഞാൻ വാദപ്രദം നടത്താൻ എളുപ്പമല്ലടവും. ആർക്കാ വാദപ്രദം നടത്താൻ കഴിയാത്ത? ഈ കാലം വരെ ആരുടെ വാദപ്രദം നടത്തിയത് തോറ്റ്? ഈ ലോകത്തെ മഹാത്ഭുതമാണ് ഇന്ന് വരെ വാദപ്രദം നടത്തിയത് ഒരാൾ എൻ്റെ ജീവിതത്തെ ഞാൻ കേട്ടിട്ടില്ല. ഒരു കൂട്ടക്കാർ ഇങ്ങോട്ട് മുദ്രാവാക്യം വിളിച്ചു പോവും, ഞങ്ങളെ കണ്ടുപിടിച്ചോളൂ, അങ്ങനെ ഇങ്ങനെ. മറ്റൊരു ഇങ്ങോട്ട് മുദ്രാവാക്യം വിളിക്കും. വാദപ്രദം അങ്ങനെ നടക്കും. ഒരാളും തോൽക്കൂല, എല്ലാവരും ജയിക്കും. അതൊക്കെ കാളപൂട്ട് നാടകം, മനുഷ്യന്മാരെ കണ്ണിൽ പുടയിടാനുള്ള നാടകങ്ങൾ മാത്രമാണ് വാദപ്രതിവാദങ്ങൾ. അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വന്ന ആൾ അതിന് പിശാച് സമ്മതിക്കൂല. വാദപ്രതിവാദത്തിന് പിശാച് കോപ്പ് കൂട്ടും, സൽസഭാത്തിന് സമ്മതിക്കൂല. അതാണ് ഇവിടെ ഞാൻ കഫാനി ഷുറൂറൽ ജിന്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ പറഞ്ഞത്. ഇപ്പൊ കണ്ണീർ, ആരാ കണ്ണീറിൻ്റെ ആൾ? അൽ-ഐനു ഹഖ്ഖുൻ യഅതി ബിഹ ശൈത്വാൻ വഹസദ് ബിനി ആദമ. പുണ്യ റസൂലിന്റെ ഹദീസ്. അൽ-ഐനു ഹഖ്ഖുൻ, കണ്ണീർ വളരെ സത്യമാണ്. യഅതി ബിഹ ശൈത്വാൻ, ആരാണ് കണ്ണീർ കൊണ്ടുവരുന്നത്? നിനക്കെതിരെ കണ്ണീർ ആര് കൊണ്ടുവരും? ശൈത്താൻ തന്നെ. അപ്പോൾ വേറൊരാളി നോക്കണ്ട. മനസ്സിലായില്ല മാഷേ? അതായത് മറ്റോൻ്റെ കണ്ണ് കൊണ്ടു എന്ന് വിചാരിക്കണ്ട. അങ്ങനെ കണ്ണില്ലെങ്കിൽ തന്നെ ഇവിടെ ആര് കളിക്കും? പിശാച് കണ്ണീർ കേട്ടും. എന്തിപ്പോൾ അത്ര വലിയൊരാളാകാൻ? ഒരാളായ മുഹമ്മദ് നബിയുടെ നാമാണ് എല്ലാവരും പറയാ. അത് വേണ്ട, സമ്മതിക്കൂല, വയൽ നടക്കും. ഈ വയൽ നടത്തൽ പിശാചിന് ആവശ്യം ഉണ്ടാവും. കാരണം SLC +1 +2 പരീക്ഷ നടന്നു കൊടുക്കുകയാണ്. ആ വയലിൻ്റെ പരിസരത്ത് കുറേ ഹിന്ദു വീടുകളുണ്ട്, മുസ്ലിം വീടുകളുണ്ട്. ആയിരങ്ങൾ മകരിബായ പറഞ്ഞു കൊടുക്കും കുട്ടികളെന്ത് ഇതൊന്നെങ്കിൽ
കാരണം ആ ജാതി നാടാകെ ആകെ 10 ആളെ വന്നിട്ടുള്ളൂ. എന്നാലും 10,000 ആളും കേൾക്കുന്ന മൈക്കക്കാരും വെച്ചിട്ട് മാല പോലെ മറ്റേത് വെക്കുക. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ തൗഫീഖ് എന്തെന്നാൽ കൊറോണ വന്നപ്പോൾ ആ മാല വേദന നിന്നു. അങ്ങനെയാണെങ്കിൽ കൊറോണ ഒന്നും കൂടി വന്നാൽ മതി. കാരണം മനുഷ്യൻ്റെ ചെവിട് പൊട്ടിക്കണ വയലൊക്കെ നിന്നു. അപ്പം അങ്ങനത്തെ വയൽ വല്ലാതല്ല. അപ്പം വീണ്ടും കുത്തിപ്പൊന്തിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തിന് മിക്കവാറും ഹോർമൂസ് കടലെടുക്കും, ശരിയാക്കും. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ ലോക്ക്ഡൗൺ ഒരിക്കൽ കൂടി വേണമോ എന്ന് ആലോചിക്കണം രാഷ്ട്രം. എന്തായാലും എന്ത് മുടങ്ങും? മാല വയൽ മുടങ്ങും. മനസ്സിലായില്ല? ഒരു 25 മറ്റേ പറയങ്ങന്മാരെന്താ അതിൻ്റെ പേര്, അതൊക്കെ അങ്ങോട്ട് കട്ടിക്കിച്ച്. അപ്പോൾ SLC പഠിക്കണ കുട്ടിയുണ്ട്, അത് നോക്കൂല. അത് SSLC പഠിക്കണ കുട്ടിൻ്റെ അപ്പുറത്തുനിന്ന് അത് ചിന്തിക്കൂല. അത് പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ SI പറഞ്ഞു പറ്റൂല, SSLC പരീക്ഷ കാലത്ത് പെർമിറ്റ് തരൂല. അപ്പം നേരെ മന്ത്രിക്ക് വിളിക്കും. മന്ത്രി എൻ്റെ പോക്കറ്റിലാണല്ലോ. അപ്പം മന്ത്രി വിളിച്ച് പറയും. അപ്പോൾ SI ഇവിടെ തരാൻ നിർബന്ധിതനാവും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? കാരണം മന്ത്രിയോ MLA ഒക്കെ ഉണ്ട് എൻ്റെ പോക്കറ്റിലുണ്ടല്ലോ. ഈ കുറേ ആളുകൾ പോക്കറ്റ് കയറാൻ ഒരുക്കി കുത്തിരിക്കണമുണ്ട്. അപ്പോൾ ഇവരൊക്കെ വിളിച്ചു പറഞ്ഞാൽ SIക്കും CIക്കും നിർബന്ധമായിട്ടും പെർമിറ്റ് തരേണ്ടി വരും. ഈ പെർമിറ്റ് ഇവിടെ തന്നാൽ ഈ മാല വയൽ ഈ 10,000 25,000 ആളുകളെ കേൾപ്പിക്കുന്ന ജാതി ഒച്ചയിലാണ് ഈ വയൽ അറിയാം. ഈ വയൽ കാരണം 10 മണിക്ക് വരെ ഈ കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല. ആണോ അല്ലേ? അത് പറ ആണോ അല്ലേ? ആയിട്ടങ്ങളെ ഷാപ്പ് എത്ര ഉണ്ടാവും? ഇതിവിടെ നടന്നിട്ടണം ആർക്ക്? ശൈത്താന്. എന്നിട്ട് ആ കുട്ടിയും കുടുംബവും മൂല്യമാരെ കുറ്റം പറയും. അതിന് കാരണക്കാരനാരെ? ശൈത്താൻ കളിക്കും. ജനിങ്ങനെ ചട്ട് കൈ കൊടുക്കും. SI പെർമിറ്റ് തരൂലാറിനാലോചിച്ച് പെർമിറ്റ് ഉണ്ടാക്കും. എന്തേ കഴിയൂലേ? കഴിയും. ഒക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ കളി, അടിസ്ഥാന കളി ആരുടേതാണ്? ശൈത്താൻ്റെതാണ്. നമ്മൾക്ക് മജ്‌ലിസുന്നൂർ വാർഷികം, പിന്നെ മജ്‌ലിസുന്നൂറിന് വാർഷികം വേണ്ട എന്നാ പറയുന്നത്. ചിന്തമാരുസന അത് വാർഷികം വേണം. ആവശ്യം കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടോ. അത് നമ്മൾ കഴിഞ്ഞ മാർച്ച് 10-നല്ലേ തുടങ്ങിയത്. അത് പിന്നെ അപ്പം മാർച്ച് 10 കഴിഞ്ഞാൽ എന്തായല്ലോ വാർഷികം. അപ്പം ഇവിടെ അതിന് നിർബന്ധിതനായി. കാരണം മാർച്ച് 10-നാണ് തുടങ്ങിയത്. അപ്പൊ ഖിയാമത്ത് നാൾ വരെ ആ നാട്ടുകാർ സ്വീപ്പാക്കാനാണ് തീരുമാനിച്ചത്. ഇല്ലെങ്കിൽ ഏപ്രിൽ 10-ന് തുടങ്ങാനും. എന്നിട്ട് ഇതൊക്കെ ഒരു നീർച്ചക്കടം പോലെ നടത്തുക. എന്നിട്ട് നാട്ടുകാരൊക്കെ ബുദ്ധിമുട്ടിക്കുക. ഒരു 10 മണിയായാലും നിർത്തൂല്ല. ചിലപ്പം അവിടെ ഒരു നേതാവ് ഉണ്ടായാൽ മതി, ഞങ്ങൾ അടച്ചുകൊള്ളി, ഞാൻ SIക്ക് വിളിച്ചു പറയാം. അങ്ങനെ ആ കുട്ടികൾ കൊടുങ്ങ. അത് കൃഷ്ണന്റെ കുട്ടികളാണ്. അപ്പൊ കൃഷ്ണൻ NRC വന്നപ്പോ കൃഷ്ണന്റെ കുട്ടികൾ എന്ത് പറഞ്ഞു? നാല് പണ്ടാറടക്കാൻ ഇതൊന്ന് പോയി കിട്ടിയാലോ നന്നായി. ഇവരൊക്കെ പാകിസ്ഥാനിക്ക് പോയാലും നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ വയലൊന്നും ഉണ്ടാവില്ലല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും മഹത്തായ കാര്യത്തിന്മേലാണ് ആര് കളിക്കുക? പിശാച് കളിക്കുക. തറാവീനൊന്നും ചൈത്താൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല, സൽസമത്തിന് പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുണ്ടോ? തറാവീ നിസ്കരിക്കുന്നതിനൊന്നും പിശാചിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തും കളിക്കും. ലൈലത്തുൽ ഖദർ തിരഞ്ഞിട്ട് പായാണെങ്കിൽ ചൈത്താനൊന്നും ഉണ്ടാവില്ല. ലൈലത്തുൽ ഖദർ ഇജ്ജ് തിരഞ്ഞിട്ട് പാഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതാര് തരണം? അള്ളാഹ് ഇജ്ജ് പാഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പായണ്ടെന്നറിയല്ല, പായണമെന്നും പറയല്ല. ഇജ്ജ് പടച്ചോന്റെ പൊരുത്തത്തിന് പാഞ്ഞു, ലൈലത്തുൽ ഖദറിന് പായണ്ട. പടച്ചോന്റെ പൊരുത്തമുള്ളവന് അള്ളാഹു അത് കൊടുക്കും. അന്ന് ഉറങ്ങിയിരുന്നു. ഈ പേരിലൊക്കെ മൂത്തേർത്ത് വന്ന ദിവസം നമ്മൾ ഉറങ്ങാണ്. അപ്പം മൽക്കളി നമ്മളെ ഖബറിലെത്തിയത്തല്ലോ. ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറിന് ദിവസം ഉറങ്ങില്ലേ? ഉറങ്ങാൻ കാരണം എന്താ വെച്ചാൽ നേരം എടുത്ത് വൈകുന്നേരം വരെ സാധുക്കളൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഉറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ നീതി നടപ്പിലാക്കേണ്ടി ഉറങ്ങുകയാണെങ്കിൽ, അല്ലാഹു അഅലം, അങ്ങനെയാണെങ്കിൽ ഈ ഉറങ്ങണ നിന്റെ പേരിൽ ലൈലത്തുൽ ഖദറിൽ കയറ്റും. മറ്റൊരു മലക്ക് മറ്റേ മലക്ക് എന്താ ഉറക്കം? ആ സാധു ഇന്ന് ഫുള്ള് ആ സാധുക്കളെ മറ്റേ
യശോദൻ്റെ വീട്ടിൽ കുടിക്കട സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നടക്കാൻ ഇപ്പം ഒരു വില്ലേജ് പോയിട്ട് അങ്ങനെ നിന്നിട്ടാണ് കൊടുത്ത്. ആയിക്കോട്ടെ, അപ്പോൾ മലക്കളന്നായിക്കോട്ടെ. മറ്റോൻ കള്ളനാ, പുരോഗ കള്ളനാ. ഓന് 10 മീറ്റർ താടിയുണ്ട്, തലയിൽ കെട്ടുകൊണ്ട് എല്ലാം ഉണ്ട്. പക്ഷെ ഓൻ ആരാണ്? ഭൂലോക കള്ളന. നേരം പൊളിക്കുന്നേരം ഉത്തരക്കാണ്. നിങ്ങൾ ബേജാറാകണ്ട, ഇതിന് സൗകര്യമുള്ളവരുണ്ട്. വന്നാൽ മതി. ഞാൻ നേരെ പ്രത്യേക പറയാം, അതിന് സൗകര്യമുള്ളവർ വന്നാൽ മതി. വരണമെന്ന് ഇവിടെ ഭാഷയില്ല. എനിക്ക് നിങ്ങൾ നാളെ വയലിന് വരണമെന്ന് യാതൊരു ഭാഷയില്ല. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വന്നാൽ മതി. പക്ഷെ എൻ്റെ വയൽ ഇങ്ങനെയാണ്. അള്ളാന്റെ നാമം ഉയരണം. ഈ അവിടുന്ന് സ്ഥലം മാറി വേറെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം പുതിയ ഓഫീസിൽ കിട്ടി, ഇപ്പം സ്ഥലം മാറ്റവും കിട്ടണം. ഇപ്പം അതിന് കുറിച്ച് ഉത്തരക്കുക. 2 ആഴ്ചയാണ് ഞാൻ ഓഫീസിൽ പോയത്, 3 ആഴ്ചയാണ് എങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ ഓരെന്ത് പറയണം? 4 ഷമീർ സാറ് ഭയങ്കര നല്ലൊരു മനുഷ്യനെ. അപ്പം മറ്റേ അപ്പുറത്തിരിക്കണം ജേക്കബ് എന്ത് പറഞ്ഞു? അയാളൊരു ദൈവവിശ്വാസിയാണ്, അയാൾ വലിയൊരു മുസ്ലിമാണ്. ഓഹോ, അപ്പോൾ ഇവിടെ ആരെ നാമം ഉയർത്തി? അള്ളാഹുവിൻ നാമം ഉയർത്തി. ആ സൃഷ്ടികൾക്കൊക്കെ എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടായി. അൽ ഖൽഖു അയാലുല്ലാഹ്, സൃഷ്ടികളെല്ലാം അള്ളാഹുവിൻ്റെ കുടുംബമാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ കുടുംബം അല്ലേ? സത്യമല്ലേ? ആർക്കാണ് അള്ളാഹുവിനേക്ക് ആശ്രയമില്ലാത്തത്? ഒക്കെ അള്ളാഹുവിൻ്റെ ആശ്രിത കുടുംബമാണ് എല്ലാ സൃഷ്ടികളും. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അതിനെ സമ്മതിക്കൂല. ആര് സമ്മതിക്കൂല? പിശാച് സമ്മതിക്കൂല. അവിടെയാണ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. കഫാനി ഷുറൂറൽ ജിന്നി. ഇവിടെ എന്തിനാ ജിന്നിനെ കൊണ്ടുവന്നു വെച്ചാൽ, ഇത് നല്ല മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. ആര്? ശൈത്താൻ. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ഉണ്ടാക്കുമല്ലോ. അവിടെ മൂസാ നബിയോട് കാര്യം പറയാൻ അവർക്ക് കഴിയാതെ വരാനുള്ള കാരണം അതവിടെ പറയാൻ ആര് സമ്മതിച്ചില്ല? പിശാച് സമ്മതിച്ചില്ല. അതാണ് പ്രശ്നം. വിഷയത്തിലേക്ക് തിരിച്ചു. ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഞാൻ സൈനോ ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഇപ്പൊ നോക്ക് വിഷയത്തിലേക്ക് നോക്ക്. كفاني شرور الجن والإنس من نفى دجى البغي والأسواء بالنور مصطفى. كفاني എനിക്ക് പരിഹരിച്ചു തന്നു. ഷുറൂറൽ ജിന്നി, ജിന്നുകളെ ഷെറ്, വൽ ഇൻസി, ഇൻസിനെ പിന്നെ പറയും വേണ്ട. ഇൻസിനെ ഏതായാലും ഷെറുണ്ടാക്കാനായിട്ട് നടക്കുന്നു. ഏത് ജിന്നിൻ്റെ ഇൻസിൻ്റെ ഒക്കെ അതന്നെയാണ് ഭയങ്കര. അവസാനം പറഞ്ഞ ഇൻസാണ് വിത്തിനും പശ്ചാത്തലം ഉണ്ടാക്കന്നെ. രാവും പകലും വിത്തിനും പശ്ചാത്തലം ഉണ്ടാക്കുക തന്നെ. ഒരു സ്ഥലത്ത് വയലിൽ നിന്നപ്പോൾ അവിടുത്തെ മൂലി എന്നോട് പറഞ്ഞു, വേലും കാര്യമൊക്കെ പറഞ്ഞോളി, ജമാഅത്തിന് വല്ലാതെ വരണമെന്ന് നമ്മൾ പറയണ്ട, വരുന്നോല് വന്നാൽ മതി. കാരണം വന്നോലെ കൊണ്ട് എന്നെ കുടുങ്ങിയിട്ടുണ്ട്. ഒരു 10-15 കൊല്ലം മുമ്പാ ഒരു പള്ളിയിൽ വേല നടക്കുമ്പോൾ ഞാനാ വേല പറയണേ. അപ്പോൾ പള്ളിയിലെ മൂലിയരെ വിളിച്ച് പറയാണ്, എന്താ പറയണ്ട്? എന്തും പറഞ്ഞോളി, പക്ഷേ ജമാഅത്തിന് ആൾ വരണമെന്ന് നമ്മൾ വല്ലാതെ ആള് പറയണ്ട. വന്നോല് വന്നാൽ മതി. വന്നോലെ കൊണ്ട് എന്നെ ഇവിടെ ചെറും ഭിത്തിനുണ്ടാക്കി കുടുങ്ങിക്കണം പൊന്നാരെ മൂലിയരെ. അതുകൊണ്ട് വരുന്നോല് വന്നാൽ മതി. നീ പുതിയ ആൾക്ക് നിങ്ങൾ വരുത്തല്. അതാണ് നമ്മളെ 27 ഇരട്ടി കൂലിയുള്ള മഹാന്മാരെ കഥയപ്പി പറഞ്ഞത്.